കോട്ടയം വൈക്കം സ്വദേശി പുരുഷോത്തമൻ നായരുടെ വീട്ടിലായിരുന്നു തിങ്കളാഴ്ച രാത്രി വൻ കവർച്ച നടന്നത്. വീടിന്റെ ഓട് പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 55 പവൻ സ്വർണവും വജ്രവും പണവും മോഷ്ടിച്ചു. പുരുഷോത്തമൻ നായരും ഭാര്യ ഹൈമവതിയും മകൾ ദേവി പാർവതിയും സംഭവസമയം ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് ഇവർ മടങ്ങിയെത്തിയപ്പോഴായിരുന്നു മോഷണ വിവരം പുറത്തറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പുറമത്തെ വാതിൽ പൂട്ടിയിരിക്കുന്നു, തുറക്കാൻ പറ്റുന്നില്ല താക്കോലിട്ട്. അപ്പോൾ ഇതിനകത്ത് ലൈറ്റും കിടപ്പുണ്ട്, ജനൽ തുറന്ന് കിടക്കുന്നു. നമ്മളിത് കംപ്ലീറ്റ് പൂട്ടി ജനലൊക്കെ അടച്ചിട്ട് പോയതാണ്. അപ്പം നേരെ എനിക്കൊരു സംശയം തോന്നി, കാരണം വാതിൽ തള്ളിയപ്പോൾ മുകളിലത്തെ ലോക്ക് കിടക്കുക വാതിൽ. അപ്പോൾ നേരെ ഞാൻ അടുക്കളയുടെ ഭാഗത്ത് വടക്ക് വശത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അടുക്കള തുറന്ന് കിടക്കുന്നു. അത് നേരെ കിഴക്കുവശ വാതിലുണ്ട്, അതും തുറന്ന് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറ്റിയെടുത്ത് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും 4 അലമാരിയുണ്ട്. 2 അലമാരി എൻ്റെ മുറിക്കകത്തും 2 അലമാരി മക്കളുടെ മുറിയിലുമായിരുന്നു. അതെല്ലാം വാരി വലിച്ചിട്ട് അതിൽ ഞങ്ങൾ കിടക്കുന്ന മുറി വെച്ചിരുന്ന സ്വർണം കംപ്ലീറ്റ് കാണാതായി. സാരിയൊക്കെ നിലത്തും എല്ലാം വലിച്ചിട്ടിരുന്നു. ബാഗുകളെല്ലാം തുറന്ന് പരിശോധിച്ച് വീടിന്റെ സമീപത്തുണ്ടായിരുന്ന ഏണി ഭിത്തിയിൽ ചാരിവെച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. ഓട് പൊളിച്ച് അകത്തുകടന്ന മോഷ്ടാവ് 4 മുറിയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ടിരുന്നു. വീട്ടിലെ അലമാരകളും വാതിലുകളും ഇരുമ്പുപാരയ്ക്ക് കുത്തി തുറന്നായിരുന്നു കവർച്ച. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പോലീസ് സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.